രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസിലെ ആദ്യത്തെ ചോദ്യമാണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. Suppose we draw a circle with the bottom side of the triangle in the picture as diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. അതായത് ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായ ഒരു വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിന്റെയും മേൽമൂല വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ നീല വര ഉണ്ടല്ലോ, ഈ നീല വര വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരക്കാണ്, അഥവാ ഡയമീറ്റർ ആയിട്ട് വൃത്തം വരക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 110ന്റെ പൊസിഷൻ എവിടെയായിരിക്കും? വൃത്തത്തിനകത്താണോ പുറത്താണോ? ഇത് 90 ആണെന്ന് അറിയാലോ, 90ന്റെ പൊസിഷൻ എവിടെയായിരിക്കും? 70ന്റെ പൊസിഷൻ എവിടെയായിരിക്കും? നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തിയറിയിൽ പഠിച്ചാണ് 90 ഡിഗ്രി ഡയമീറ്റർ, അതായത് ഡയമീറ്ററിനെ വ്യാസമാക്കിയിട്ട് ഒരു സർക്കിൾ, ഒരു സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 90 ഡിഗ്രി എന്ന് പറയുന്നത് വൃത്തത്തിലായിരിക്കും. ഇനി 90ൽ കൂടുതലാണെങ്കിൽ അത് വൃത്തത്തിനകത്തായിരിക്കും, 90ൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് പറയാം ഇത് ഡയമീറ്റർ ആണ്. അപ്പൊ 110 എന്ന് പറയുന്നത് 90ൽ കൂടുതലാണ്, അപ്പൊ അത് ഇൻസൈഡ് ആയിരിക്കും, അഥവാ വൃത്തത്തിനകത്തായിരിക്കും. 90 വൃത്തത്തിലായിരിക്കും, ഓൺ ദ സർക്കിൾ ആയിരിക്കും. 70 എവിടെയായിരിക്കും? 90ൽ കുറവായതുകൊണ്ട് അത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന് പുറത്തായിരിക്കും. ഓക്കെ, 70 ഔട്ട്സൈഡ് വരും, 90 ഓൺ ദ സർക്കിൾ വരും, 110 ഇൻസൈഡ് ദ സർക്കിൾ അഥവാ വൃത്തത്തിനകത്ത്.